അങ്ങനെ ഓസ്ട്രിയക്കെതിരായിട്ടുള്ള വിജയത്തോടുകൂടി ലയണൽ മെസ്സി മറ്റൊരു റെക്കോർഡും കൂടി ഇവിടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ലോകകപ്പിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായിട്ട് മിറോസ്ലാവ് ക്ലോസയെ മറികടന്നുകൊണ്ട് ലോകകപ്പിലെ ഗോൾ നേട്ടം 17 ആക്കിയിട്ട് ഉയർത്തിയിരിക്കുകയാണ് ലയണൽ മെസ്സി. ഓസ്ട്രിയക്കെതിരെയായിട്ടുള്ള കളിക്ക് മുന്നേ ഇറങ്ങുമ്പോൾ മെസ്സിക്ക് മുമ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്ര നിയോഗമാണ് ഇത്. അങ്ങനെ 38-ാം മിനിറ്റിൽ ഒരു കിടിലൻ കൗണ്ടർ അറ്റാക്കിലൂടെയാണ് മെസ്സി ഈ ഒരു റെക്കോർഡ് തിരുത്തി കുറിയുന്നത്. ഈ ഗെയിമിന്റെ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും മെസ്സിയെ സംബന്ധിച്ചിട്ട് ഒരു നിരാശയായിരിക്കാം. കാരണം ആരാധകർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു കിക്ക് പുറത്തേക്ക് പോകുന്നു, ആ ഒരു പെനാൾട്ടി കിക്ക്. പക്ഷെ അതിൻ്റെ ക്ഷീണം മെസ്സി 38-ാം മിനിറ്റിലെ ആ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ അദ്ദേഹം തീർത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറി. മാത്രവുമല്ല, ഇഞ്ചുറി ടൈമിലെ ആ ഒരു 90-ാം മിനിറ്റിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ഗോൾ, അതും മെസ്സിയുടെ അഴക് തന്നെയാണ്. കാരണം ആ ഒരു ഗോളിന് തുടക്കമിടുന്നത് മെസ്സി തന്നെയാണ്. റീബൗണ്ടിൽ വന്ന ഷോട്ടാണെങ്കിൽ പോലും ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ ഗോൾ കണ്ടെത്തുന്ന ആ ഒരു മെസ്സി എന്ന് പറയുന്നത് ശരിക്കും മെസ്സിയുടെ പ്രൈം ടൈമിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ ഒരു പ്രൈം ടൈമിലെ മെസ്സി എങ്ങനെയായിരുന്നു എന്നുള്ളതിന് യാതൊരുവിധ കുറവുകളും വന്നിട്ടുള്ള എന്ന് അടയാളപ്പെടുന്ന തരത്തിലായിരുന്നു മെസ്സിയുടെ ഇന്നത്തെ പ്രകടനം. ഈ ഓസ്ട്രിയൻ കോച്ചിൻ്റെ ആ ഒരു ശൈലി എന്ന് പറയുന്നത്, റാഗ്നോക്കിൻ്റെ ആ ഒരു ശൈലി എന്ന് പറയുന്നത് എതിരാളിയുടെ ഹാഫിൽ പോയിട്ട് ഹൈ പ്രസ്സിങ് ഇൻറ്റൻസിറ്റി ഗെയിം കളിക്കുക എന്നുള്ളതാണ്. ഇന്ന് ശരിക്കും എനിക്ക് തോന്നിയത് ഹൈ പ്രസ്സിങ് ഇൻറ്റൻസിറ്റി ഗെയിം കളിച്ചിട്ടുള്ള ഒരാൾ മെസ്സി തന്നെയാണ്. കാരണം അദ്ദേഹത്തെ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തും കാണാമായിരുന്നു എന്നുള്ളതാണ്.